ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫും കുമ്പളങ്ങയും ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ബീഫ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കുമ്പളങ്ങ ചെത്തിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങയും ബീഫും കൂടി കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളി ചതച്ചതും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് കേട്ടോ, അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിനൊരു മസാലപ്പൊടിയുണ്ട്. അതിനായിട്ടൊരു മസാല, മുളക്, മല്ലി, ബീഫ് മസാല, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇതൊക്കെ എടുത്ത് വെച്ച് നമ്മളൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയുണ്ട്. നല്ലതുപോലെ അടുത്ത് വെച്ചൊന്ന് ചൂടാക്കി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ തീയിൽ വേണം നമ്മളതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ബീഫിനകത്തേക്ക് മസാലകളെല്ലാം ചൂടാക്കിയത് ഇട്ട് കൊടുക്കുക. തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ യോജിപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കറിൽ അടുപ്പിലോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ടൊരു മൺചട്ടി അടുപ്പിൽ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി കരിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഈ ബീഫ് വെന്തതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കുമ്പളങ്ങയും ബീഫും കറിയും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പാലക്കാട് ഭാഗങ്ങളാണ് കൂടുതൽ ഇങ്ങനെയൊക്കെ ഇറച്ചിയും കുമ്പളങ്ങയും ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കഴിച്ചിട്ട് നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങയും ബീഫും ഇട്ടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.